ആലപ്പുഴയിൽ ജ്വല്ലറി ഉടമയുടെ മരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ശരീരത്തിൽ ക്ഷതമേറ്റ പാടുകൾ. പോലീസ് തല്ലിക്കൊന്നതെന്ന് ബന്ധുക്കൾ. ആലപ്പുഴ മുഹമ്മയിലെ ജ്വല്ലറി ഉടമയുടെ മരണത്തിൽ നിർണായകമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. രാധാകൃഷ്ണന്റെ മരണം വിഷം ഉള്ളിൽ ചെന്നാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം തന്നെ ശരീരത്തിൽ പരിക്കേറ്റതിന്റെ പാടുകളുണ്ട്. ശരീരത്തിന്റെ പിൻഭാഗത്തും 2 ഷോൾഡറുകളിലുമായി ക്ഷതമേറ്റ പാടുകളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പരിക്കുകൾ മരണത്തിന് 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. രാധാകൃഷ്ണന്റെ വാരിയെല്ലുകൾ പൊട്ടിയ നിലയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാധാകൃഷ്ണന്റെ ഇരുഭാഗത്തെയും 3ഉം 4ഉം വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. വാരിയെല്ലുകളുടെ പരിക്ക് CPR നൽകിയപ്പോൾ സംഭവിച്ചതാകാമെന്നാണ് വിലയിരുത്തൽ. ഇടത് കാൽമുട്ടിനും താഴെയും പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. അച്ഛന് ക്രൂരമർദ്ദനമേറ്റെന്ന് വ്യക്തമായെന്ന് മകൻ രതീഷ് പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. നിയമപരമായി ഏതറ്റം വരെയും പോകും. രാധാകൃഷ്ണനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 7-നാണ് മണ്ണഞ്ചേരി സ്വദേശിയും മുഹമ്മയിലെ രാജി ജ്വല്ലറി ഉടമയുമായ രാധാകൃഷ്ണൻ മരിക്കുന്നത്. കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത സെൽവരാജ് എന്ന കള്ളന്റെ മോഷണം മുതൽ വിറ്റത് രാധാകൃഷ്ണന്റെ ജ്വല്ലറിയിലായിരുന്നു. മോഷണം മുതൽ കണ്ടെത്താൻ കള്ളനുമായി എത്തിയപ്പോൾ ജ്വല്ലറിയിലുണ്ടായിരുന്ന വിഷദ്രാവകം രാധാകൃഷ്ണൻ കുടിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ രാധാകൃഷ്ണന്റെ മരണം പോലീസ് പീഡനത്തെ തുടർന്നാണെന്നാണ് കുടുംബം പറയുന്നത്.